ലോകത്തിന്റെ ശ്രദ്ധ യുക്രൈനിലും ഗാസയിലും തറഞ്ഞു നിൽക്കുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ അത്യന്തം അപകടകരമായ ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. റഷ്യയും ഇറാനും കൈകോർക്കുന്നത് കേവലം സൗഹൃദത്തിനല്ല, മറിച്ച് അമേരിക്കൻ താല്പര്യങ്ങളെ തകർക്കാനുള്ള ഒരു കിൽ മെഷീൻ നിർമ്മിക്കാനാണ്. ദ എക്കണോമിക്സ് പുറത്തുവിട്ട GRU രഹസ്യരേഖകൾ പ്രകാരം പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ കെട്ടുകെട്ടിക്കാൻ റഷ്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി 5000-ഓളം അത്യാധുനിക ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകളാണ് റഷ്യ ഇറാനിലേക്ക് എത്തിക്കുന്നത്. ഇത് ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നീക്കമാണ്. റഷ്യൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ GRU തയ്യാറാക്കിയ ഭൂപടങ്ങളിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ ദ്വീപുകളുടെ പ്രതിരോധ പദ്ധതികളുണ്ട്. അമേരിക്കൻ സൈന്യം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാൽ അവരെ എങ്ങനെ നേരിടണമെന്ന് ഈ രേഖകൾ കൃത്യമായി വ്യക്തമാക്കുന്നു. റഷ്യൻ സർവകലാശാലകളിൽ പഠിക്കുന്ന 10,000-ഓളം ഇറാനിയൻ വിദ്യാർത്ഥികളെ ഡ്രോൺ ഓപ്പറേറ്റർമാരായി പരിശീലിപ്പിക്കാനാണ് പുടിന്റെ പദ്ധതി. സിറിയയിലെയും താജിക്കിസ്ഥാനിലെയും വംശജരെ ഉൾപ്പെടുത്തി റഷ്യൻ പേർഷ്യൻ ഭാഷകൾ അറിയാവുന്ന ഒരു വലിയ സന്നദ്ധ സൈന്യത്തെ തന്നെ റഷ്യ പശ്ചിമേഷ്യയിൽ വാർത്തെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഡ്രോണുകൾ അമേരിക്ക ഇത്രയും ഭയപ്പെടുന്നത്? സാധാരണ ഡ്രോണുകളെ റേഡിയോ സിഗ്നൽ ജാം ചെയ്ത് തകർക്കാൻ സാധിക്കും. എന്നാൽ റഷ്യ ഇറാന് നൽകുന്ന ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകളെ തൊടാൻ പോലും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. നേരത്തെ ഫൈബർ കേബിളുകൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന ഇവ അൺജാമബിൾ ആണ്. 40 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ലക്ഷ്യസ്ഥാനം കൃത്യമായി തകർക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഹിസ്ബുള്ള ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങിയത് അമേരിക്കൻ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. യുക്രൈനിൽ റഷ്യയെ സഹായിച്ച ഇറാന് പകരമായി റഷ്യ നൽകുന്ന അതിമാരകമായ യുദ്ധതന്ത്രങ്ങളാണിത്. ചൈനയുടെ പരോക്ഷ പിന്തുണയും ഈ സഖ്യത്തിനുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ അപ്രസക്തമാക്കുന്ന തരത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ ഗ്രേ സോൺ യുദ്ധതന്ത്രം ലോകത്തിന്റെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും മാസങ്ങളിൽ കാണാം. ആയുധങ്ങൾ മാറുകയാണ്, യുദ്ധതന്ത്രങ്ങളും. അമേരിക്കയുടെ ആഗോള പോലീസ് ചമയലിന് റഷ്യയും ഇറാനും നൽകുന്ന ശക്തമായ മറുപടിയാണ് ഈ ഡ്രോൺ സൈന്യം. പശ്ചിമേഷ്യയിൽ വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണിത്.